നമുക്ക് രാവിലെ പറമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക മാങ്ങ തേങ്ങ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറമ്പിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ആക്ച്വലി ഇപ്പോൾ സമയം വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ചോറൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് പറമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കിടക്കുന്ന ഒരു നല്ല ചക്ക അവിടെ നിന്ന് വീണ് കിടക്കുന്നു. ഈ പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ 2 പ്ലാവ് ഉണ്ട്. ഇതൊരു പ്ലാവാണ്, ഇതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല രീതിക്ക് ചക്ക ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്ലാവാണ്, അതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല രീതിക്ക് ചക്കയുണ്ട്. ഇത് പഴഞ്ചക്കയാണെന്ന് തോന്നുന്നല്ലേ? ഇത് പഴഞ്ചക്കയാണ്, ഇത് വരിക്കച്ചക്കയാണ്. ഈ വരിക്കച്ചക്ക തിന്നാനാണ് ആക്ച്വലി ഭയങ്കര ടേസ്റ്റ്. നമുക്കിവിടെ ഈ ഫ്രണ്ടിൽ, എനിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ആ ഫ്രണ്ടിൽ മൂലയ്ക്കൊരു വലിയ വരിക്കുണ്ടായിരുന്നു, എനിക്കറിയില്ലല്ല. ഞങ്ങൾക്കിവിടെ ഫ്രണ്ടിൽ തന്നെ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 2 ചക്ക ഒക്കെ ആയിട്ട് രാവിലെ എന്നും പോയി നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങളെ വഴിയിൽ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കും. അതായത് വഴിയിലോട്ട് പോകുമ്പോൾ ഈ ഈച്ചയില്ലേ, പ്രാണിയൊക്കെ അതിങ്ങനെ ഇളക്കുന്ന സൗണ്ടാണ് കേൾക്കുക. അതായത് ചക്ക വീണ് പൊട്ടി തെറിച്ചിട്ട് അതിനകത്തുള്ള മധുരം എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും ഈ പ്രാണികൾ മൊത്തം. അപ്പൊ നമുക്കിന്ന് ചക്ക വ്ലോഗാണ് ഗൈസ്, ചക്ക വ്ലോഗ്. ചക്ക വീണെടുക്കുന്നു. എടുക്കൂ ബാഹുബലി. ഞാൻ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലല്ലായിരുന്നല്ലോ, അപ്പം ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഒരാഴ്ചയായി ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജിം സെറ്റ് ഡംബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന ആവേശത്തിൻ്റെ ഒരു പുറത്ത് ഒരു 10 കിലോൻ്റെ ഡംബൽ എടുത്തിട്ട് മരണക്കളിയായിരുന്നു 2 കൈക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ കൈ എനിക്ക് ഇങ്ങനെ നൂർത്താൻ വയ്യ, അത് ഇത്ര മാത്രമേ മീൻസ് ഇങ്ങനെ മാത്രമേ നൂറുള്ളൂ. ഞാൻ വരേണ്ടി വരുമോ? ഇതാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. അമരേന്ദ്ര ബാഹുബലി സിമ്പിൾ. ജിമ്മിൽ ഡംബിൾസ് എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചക്കേന്റെ കളർ കണ്ടിട്ട് നല്ല പഴുത്തുണ്ട്, നല്ല കൊതുണ്ട് അവിടെ. അപ്പൊ ഇനി ഇത് വെട്ടാൻ നമുക്ക് കൊടുവാൾ എടുത്തിട്ട് കാര്യമില്ല, വേറൊരു സാധനം എടുക്കണം, കോടാലി. ഇതിവിടെ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചക്ക പരിപാടി ഉണ്ട്. ഇപ്പൊ നാളെ പറമ്പിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടോ ഒരെണ്ണം കിട്ടും. എന്നാ കുത്തി മാറിക്കട്ടെ. കളർ കണ്ടറിയാൻ പഴുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതാ, പിന്നോട് ചക്ക വീണില്ല, അപ്പൊ പഴുത്തെന്നർത്ഥം. അതായത് ചക്ക ഓൾമോസ്റ്റ് ഇങ്ങനെ വീഴുമ്പോ പെറുക്കുന്ന സമയത്തെല്ലാം പഴുത്തതായിരിക്കുമല്ലോ, അല്ലാണ്ട് ഇപ്പൊ താഴേക്ക് വീഴേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇത് പഴുത്തിട്ടില്ല. ഒന്നുകൂടെ കൊത്താം, പുഴുങ്ങാലോ ഉപ്പേരിക്കാലോ. ഇവിടെ ഇത് അങ്ങനെ തന്നെ വെച്ചാ നാളേക്ക് പഴുക്കും. ഇത് ഒരു ചെറുതായിട്ടൊരു പഴുപ്പൊക്കെ ഉണ്ട്. കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മധുരം ഉണ്ടാവില്ല. നോയിക്കൊണ്ട് കഴിച്ചോക്ക്. പഴുത്തിക്കുന്നു. നാളത്തേക്ക് സെറ്റ്. ഇന്നത്തേക്ക് ഓൾമോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടല്ല ഇങ്ങനെ പഴുക്കരുത്, എനിക്ക് ഇതാ ഇഷ്ടം. ഇത് തന്നെ അത്യാവശ്യം നല്ലോണം പഴുത്തുണ്ട്. ഇവിടെ അല്ലേ നമുക്ക് മുട്ടപ്പഴം ഉണ്ട്, അതുപോലെ തന്നെ ഈ കിടക്കുന്നത് മൊത്തം ഈ എന്താണ് എഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മുട്ടപ്പഴം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്, പക്ഷെ അതിന്റെ യഥാർത്ഥ പേരെന്താന്ന് എനിക്കറിയില്ല. എന്ത് എഗ് ഫ്രൂട്ടോ? അതിപ്പോ ഞാൻ പേരിട്ടത്. അത് ഈ മുട്ടപ്പഴത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ലേ, അല്ലാണ്ട് അതിനെന്താ ശാസ്ത്രീയ നാമം എന്താന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ ഇവിടെ കിടക്കും. ഇത് നമുക്കങ്ങനെ ആൾക്കാർക്ക് ഇവിടെ അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത്, ഈ പഴം എന്ന് പറയുന്നത്. ദേ കിടക്കുന്ന മാങ്ങ, ഇടതും നല്ല മാങ്ങയാണുള്ളത്. മാങ്ങ സീസണൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അത് ചെത്ത് പോയിട്ട്. അതിങ്ങനെ പറമ്പ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇവിടെ ഉണ്ടാവും. ഇതും ഒക്കെ പോയതാണ് ഗൈസ്. പിന്നെ ഈ കാണുന്ന മരം എന്ന് പറയുന്നത് പഞ്ചാര ചക്ക എന്ന് പറയും, ആത്തച്ചക്കാന്നോ, അതിന്റെ പേരെന്താന്ന് പറയാ എനിക്ക്. പഞ്ചാര ചക്ക എന്ന് പറയുന്നതിന്റെ ആ ഒരു ഫ്രൂട്ടിന്റെ പേര്, ചക്ക തൊണ്ടേ കൊടുക്കണം, പഞ്ചാര ചക്ക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ചില സ്ഥലത്ത് അതിന് എന്താ പറയാ, സീതപ്പഴം വേറെയാ. സീതപ്പഴം വേറെ ഫ്രൂട്ടാണ്, അതായത് പഞ്ചാര ചക്ക പോലെ തന്നെ സീതപ്പഴം വേറെ ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫ്രൂട്ടാണ് ഇത്. ഇതിന്റെ മുകളിലൊന്നും ഇപ്പൊ കായില്ല. തൽക്കാലം ഇപ്പോ മാങ്ങ സീസൺ ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് നേരത്തെ കിട്ടിയ അതെ, ഇത് ഈ പഴുപ്പ ആക്ച്വലി കറക്റ്റ് തിന്നാൻ പാകം. നല്ല ഉപ്പും മുളകും കുരുമുളകും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ.
ഇങ്ങനെ കഴിക്കുന്ന ഏറ്റവും ബെറ്റർ. കാരണം ഓവർ പഴുപ്പില്ല, എന്നാ പുളിയില്ല. ആ ചക്ക ശരിയാക്കണോ? അപ്പാര ടേസ്റ്റ്. എന്താണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ ഈ പാലൊക്കെ ഇടണ്ടേ? പാലില്ലല്ലോ. അപ്പൊ ചക്ക നമുക്ക് ശരിയാക്കാനായിട്ട് കത്തി, കൊടുവാള് തുടങ്ങിയ പണിയായത് ആറ്റക്കായി. എനിക്കത് ചെയ്യാറിയാലും അറിയില്ല. എനിക്കത് ഇത് മറ്റേ ചക്ക ആക്കാൻ അറിയില്ല. പിന്നെ ഞാൻ പിന്നെന്താ ആരോടത് എടുത്താക്കാൻ പറഞ്ഞത്? നടുവെട്ടി തരാ, ചൊള വേണം എടുത്തു തരാം. അപ്പൊ നടുവെട്ടാൻ ഇപ്പൊ എത്രയും മാത്രം പാട്. അല്ല, അത് എവിടേക്കെങ്കിലും ഇവിടെ കൊണ്ടാക്കി ഇത് പിടി. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നത്? പിടി. ഞങ്ങള് പണ്ടുണ്ടല്ലോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മരം ഉള്ള സമയത്ത് ഇവിടെ അന്ന് വല്യച്ഛനും വല്യമ്മയും ഒക്കെ ഉള്ള ഒരു സമയത്തുണ്ടായിരുന്നു പണ്ട്. എൻ്റെ ഒക്കെ ഒരു 2ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അന്ന് ചക്ക വീഴുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതാക്കി മറ്റേ കുരുവും ചെവിണിയും ഒക്കെ വേറെ ആക്കി. അന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉച്ചക്ക് ചെവിണി ഉപ്പേരി, അതായത് ഈ ചെവിണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഈ സാധനം, ഈ സാധനത്തിന്റെ ഉപ്പേരി അമ്മായി വെക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഉപ്പേരി, പിന്നെ ഈ പറഞ്ഞ പോലെ ചക്ക കൂട്ടാൻ, പച്ചച്ചക്ക പുഴുങ്ങിയത്, അതായത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ചക്ക തന്നെയായിരുന്നു. അപ്പോൾ നമുക്കിത് വെട്ടാൻ കഴിച്ചു ഇങ്ങനെ പഠിക്കാം. തേനീച്ച മോനെ കുത്തിട്ടല്ലേ, ഇന്നെ കുത്തിയാ തേനീച്ച ചത്തുപോകും. അതറിയില്ല. ആൾക്കാരെ കുത്തിയ തേനീച്ച ചത്തുപോടും. ഗൂഗിൾ ചെയ്തൊക്കെ എന്നെ കുത്തിണ്ടല്ലോ, ചത്തില്ലല്ലോ. തേനീച്ച എന്നെ കുത്തിയിട്ട് അവിടെ കുത്തിരിക്കാണോ? തേനീച്ച പോയില്ലേ? അതവിടെ അതിന്റെ വീട്ടിലെത്തിയിട്ട് ചാവും. അങ്ങനുണ്ട്. കത്തിയോടെ അത് പറഞ്ഞില്ലല്ലോ. ഇതോണ്ടേ ഇവളുടെ ഫേവറേറ്റ് ആണിത്. ഒരു ചക്കപ്രാന്തത്തിന്റെ ആദ്യം ഓക്കൊന്ന് കൊടുത്തിട്ട് വരാം. ഓക്ക് ഈ പറഞ്ഞ എന്താ പറയാ, ഡെയിലി ഈ ചോറൊക്കെ തന്നെയല്ലേ തിന്നുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ ഓക്ക് ഭയങ്കര കാര്യമാണ്. ചക്ക, പൂള, മധുരക്കിഴങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളാണ് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടം. ചിലപ്പോ ഡിമാൻഡ് കാണിക്കാൻ ചെയ്യും, തിന്നേയില്ല. ആര് കാണാണ്ട് തിന്നു. എന്തൊക്കെയോ കിട്ടിയൊരു സുഖം. ഇനി പോയിട്ട് അരിയട്ടെ. ഒരു മൊത്തത്തില് ചുള പറിച്ചാലിട്ടോ കറി വെക്കാം. ചക്കക്കുരു മുരിങ്ങേന്റെ എല്ലാം കറിയും. ഇനിയിപ്പോ ഒരു 3-4 ദിവസത്തേക്ക് നോക്കാം. ഫുള്ള് ചക്കയോ ശരണം. പിന്നെ ഡെയിലി ഇങ്ങനെ വീഴും, അതൊരു കാര്യമാണ്. ചക്കക്കുരു മുരിങ്ങേന്റെ എല്ലാം കറി നാളെ. ഇതിന്റെ ഈ മടലല്ല ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? ഈ ഇതിന്റെ ഉള്ളിലൊരു സാധനം കഴിച്ചില്ല. ആഴ്ചയിലൊരു കറിയിലിടൂലേ? അമ്മായി ഉണ്ടാക്കണല്ലേ? എന്തെന്ന് പറയാ, തരൂ. ചക്ക മടലും ചക്കക്കുരുടി വെക്കൂ. അത് അങ്ങനെ തിന്നാൻ പറ്റുമോ? ഉള്ള മഴ പെയ്തു. ഈ ചക്ക എടുത്ത് മാറ്റി. ഒരു മിനിറ്റ് ഗൈസ്, മഴ പെയ്തു. ആരാ ഇത്? മഴ കൊള്ളുന്നതിന് ഞങ്ങൾ തൊപ്പിട്ടിറങ്ങിയതാ. നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് ബോസ് നല്ല ഉറക്കം തൂങ്ങിയിരിക്കും. ഞാൻ മാക്സിമം ഉറങ്ങാണ്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ തോള് കിടന്ന് അങ്ങ് ഉറങ്ങാണ് ഉണ്ടായത്. ഇപ്പം അതേ മഴ പെയ്ത് ഓൾമോസ്റ്റ് ചോർന്ന സമയത്ത് അവിടെ തൊട്ടിൽ നിന്ന് കരയുന്നു. അപ്പേ അടുത്ത മഴയ്ക്ക് മുന്നേ ഇത് ശരിയാക്കിയില്ലെങ്കിൽ പണി വാളും. എന്നെ കൊണ്ടത് നടക്കുവോ? അതെ, നടക്ക്. കുറച്ച് ഞാൻ എടുത്തുതരാം. ഇപ്പൊ നേരത്തെ എടുത്തൊക്കെ ഫുള്ള് മഴയത്തല്ലേ, എന്തായാലും തിന്നു പോകും. ഇതെങ്ങനെ കാണിച്ചു തരാം. വെക്ക്, ഇതിങ്ങനെ വെക്കുക. കത്തി കൊണ്ടാക്കിയാലും മതി, വെറുതെ കൈ പണിയാക്കണ്ട. ഇതിങ്ങനെ അങ്ങനെ പിടിക്കുക, എന്നിട്ട് അങ്ങനെ 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 മുറിക്കുക. എന്നിട്ട് അലുവ കഷ്ണം മുറിക്കൂലേ? ഇത് നല്ല പ്രോത്സാഹനം തരുന്നുണ്ടെന്ന് എനിക്കറിയാം. ബാക്കി തന്നെ എടുക്കണം.
ഇതിങ്ങനെ അലുവ കഷ്ണം മുറിക്കുന്നതിന് മുറിക്കുക. എന്നിട്ട് ഈ മോൾ ഭാഗല്ലേ ഇങ്ങനെ ചെത്തുക. അവിടെ ചെത്തിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഒരേപോലെ ഇങ്ങനെ ചോളം ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് പണി. നല്ല പൂ പോലത്തെ ചോള. ചക്കച്ചോളയുടെ ചക്കയും ചോളയും കൂടി പോയതാ ചൊകള. എന്റെ മോനെ, അയ്യോ വിളഞ്ഞി മാത്രമേ ആയുള്ളൂ. മനസ്സിലേ ഒരാളവിടുന്ന് കണ്ണും നട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇത് ഈ സാധനല്ലേ, ഇതിപ്പോ അമ്മായി വന്നിട്ട് ഇവിടെ ഒക്കെ ആക്കിയതിന് ചീത്തേക്കും. അത് ഏട്ട മാങ്ങ. ഇതൊക്കെ ഇത് തൽക്കാലം ഇങ്ങോട്ടേക്ക് ഇടാം, അല്ലെങ്കിൽ ചൂലെടുക്കും. അത് അങ്ങോട്ടേക്ക് ഇട്ടാ മതി. ഞാൻ പറഞ്ഞതാ, ഇതിന് ഈ സാധനല്ലേ ഞാൻ പറഞ്ഞത്. അതായത് സംഭവം പാളിപ്പോയി. അതല്ല കറി വെക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അതേ ഇനി കറി വെക്കാന്നാണ്, പക്ഷെ അതല്ല കറി വെക്ക. ചക്കന്റെ ആ കൂന് കണ്ടോ, അതാ കറി വെക്ക. അതാണ് കറി വെക്ക. അതല്ല ഈ സാധനം. ആ സാധനം എടുക്കൂല. ഈ സാധനം തിന്നാൻ പറ്റുന്ന കറി വെക്കുന്ന അറിയാം. കറി വെക്കൂല. പണ്ട് ഞാൻ തിന്നീനിട്ടോ, ഇപ്പൊ തിന്നാൻ ഇല്ല ഗൈസ്. ആണോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായി. അതിതാണ് അത്. ഇതും ഈ കൂന് കണ്ടോ നടുവിലുള്ള ഈ കൂന് കറിക്കല്ലേ, അതല്ലാണ്ട് പച്ചക്ക് തിന്നാൻ പറ്റുന്ന സാധനം ഉണ്ടായിന്ന്. എനിക്ക് തോന്നുന്നു നല്ലോണം പഴുത്ത ചക്കേന്റെ ആയിരിക്കും. ഇത് പഴുപ്പ് പറഞ്ഞാൽ ചുളക്ക് മാത്രമേ ആണ്. അല്ലല്ല, ഈ വന്നിട്ട് അമ്മേനോടോ അല്ലെങ്കിൽ അമ്മായിനോടൊക്കെ ചോദിച്ചു നോക്കൊണ്ടു. ഇവിടെ ഞങ്ങളെ വീട്ടില് അച്ഛന്റെ പെങ്ങളുണ്ട്. പുള്ളിക്കാരി വെജിറ്റേറിയൻ ആണ്, അതായത് നോൺ വെജ് കഴിക്കൂല. പക്ഷെ വെജിറ്റേറിയൻ എന്ത് വെച്ചാലും മാരക ടേസ്റ്റാണ്. ചിലപ്പോൾ ചുമ്മാ ഒരു ചോറിന് വേണ്ടിയിട്ട് ചുമ്മാ ഈ വെണ്ടക്കയും തക്കാളിയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടൊരു കറി വെക്കുന്നതായിരിക്കും. പക്ഷെ ആ കറിക്ക് മീൻകറിനെക്കാട്ടും പലപ്പോഴും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. നാവിൽ വെള്ളം വരുന്നത്. ഞാനേ ചക്ക എടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞ രീതിയില്ലേ, അതിൽ നിന്നും വ്യത്യസ്തമായി വേറൊരു രീതി കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ കൂനില്ലേ, ആ കൂനിങ്ങനെ ചെത്തുമ്പോൾ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ മാറ്റി വെക്കുക. എന്താ ഇപ്പല്ലേ? അയ്യോ, എന്ത് തൽക്കാലം ഇപ്പൊ ഈ ഭാവി പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഒരു ചെമ്പ് നിറച്ച് ഞാൻ ചക്കയാക്കി വെച്ചിരിക്കുന്നു. അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് എടുക്കാൻ പറ്റും. കേട്ടോ, എന്തിനാ ഇപ്പൊ ഈ ഒരു പണി എടുക്കുന്നില്ലേ? ഒരു പണി എടുക്കാണ്ട് ചക്ക എന്നാനായിട്ട് ഒത്തിരിക്കുക. ഇതിലൊക്കെ നോക്കി ഇങ്ങനെ എടുക്കുമ്പല്ലേ ചെവിണി ഭയങ്കര കുറവ്. ഇതിലൊക്കെ ആകെ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചക്ക തന്നെ. ഒരു ചെമ്പ് ചക്കയുമായി ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി രാജിവെച്ചിരിക്കുകയാണ്. എന്നാ പണിയെടുത്തോട്. ന്യൂ ജോലിക്കാരി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അങ്ങനെ തന്നെ അങ്ങോട്ട്. ഇപ്പൊ കൂന് മാത്രമായിട്ട് കിട്ടിയില്ല എനിക്ക്. അവിടെ വെച്ചപ്പോ തൽക്കാലം ഭാവിയുണ്ട് എനിക്ക് നിന്നേക്കാൾ നന്നായിട്ട് ഭാവിയുണ്ട്. അങ്ങനെ നമ്മൾ ഹാഫ് ചക്ക മുറിച്ചപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ചെമ്പ് നിറച്ച് നമുക്ക് ചക്ക ചൊളയാണ് കിട്ടിയത് ഗൈസ്. ഇനി ഇത് മൊത്തം നീ വൃത്തിയാക്കണം. പിന്നെ ഏതാ ഈ വൃത്തിയാക്കേണ്ടത്? ചൊള വൃത്തിയാക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് ആളെ വേണോ? ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെമ്പ് നിറച്ചും കിട്ടി. ഇനി ഒരു ഹാഫും കൂടെ ഉണ്ട്. അല്ലാണ്ട് ഇതൊക്കെ കൂടെ അന്ന് തിന്നാനാവില്ല. ഈ നാളെ ആവുമ്പോഴത്തേക്കും നാളെ ഈ പറമ്പിൽ വന്നു നോക്കി കഴിഞ്ഞിട്ട് നാളെയും കിട്ടും ഒരു ചക്ക. ഈ ചക്കയോട് ചക്ക. ഓക്കെ, വൃത്തിയാക്കൂ വേഗം വൃത്തിയാക്കൂ. അതെ അല്ലെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. വൃത്തിയാക്കാൻ കോട്ടേക്ക്. ഇതാണ് ആ ബാക്കി ഹാഫ് ചക്ക എന്ന് പറയുന്നത്. ഇതും ഏകദേശം അത്ര തന്നെ ഉണ്ടാവില്ലേ? ഇത് വലിയമ്മയ്ക്ക് പാർസലാക്കല്ലേ? അതേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അയ്യോ, എടുത്തൊക്കെ കൂടെ തിന്നുമ്പത്തേ ഷുഗർ കൂടി ചത്തു. നല്ല മധുരണ്ടത്. ഇവിടെ തിന്നുന്ന ഒരാളുണ്ട്. ആരെന്നറിയോ? ഇവിടെ കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. വെള്ളത്തിൽ കിടക്കല്ലേന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട്? ക്യാച്ച്
ഇത് എത്ര വേണേലും തിന്നോളൂ. ഡോഗിന് ചക്ക കൊടുക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോഗിന് പൊതുവേ ഈ ഷുഗർ ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണല്ലോ പറയാറ്. ഞങ്ങളിതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ചക്ക ഒക്കെ ഈ പറഞ്ഞ പോലെ സീസണബിൾ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിത് എൻ്റെ കൈ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സാധനം കാണിച്ചേ. വലിവ് കാണുന്നുണ്ട്. ഇനി ഇത് പോക്കണം. ഇത് പോക്കാനായിട്ട് ഇനി കുറച്ച് സ്വല്പം വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് കത്തിന്റെ മുള്ളൊക്കെ ഉണ്ട്. കത്തിന് മുള്ളുണ്ട്. അപ്പൊ അതെങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് സോപ്പിട്ട് കഴുകണം. സോപ്പിട്ട് കഴിക്കാൻ പോവും. പോടൂ. വെളിച്ചെണ്ണ ഇട്ട് തുടക്കുക ചെയ്യാ. തുടക്കുക. മൈ ഗോഡ്, ഇതൊരു പണിയാണ്. ഈ ചക്കയൊന്നും കട്ട് തിന്നാൻ പറ്റില്ല. അതിൻ്റെ പൂടെയെങ്കിലും കാണുന്ന പറഞ്ഞാൽ ആട് കിടന്നിടത്ത് പൂട കാണുന്ന പറഞ്ഞാൽ ഉറപ്പാണ്. ഒരാളിത് അവിടെ തലേണയായിട്ട് മൽപ്പിടുത്തം പിടിക്കുന്നത്. വേറെ സൂത്രം കാണിച്ചേ. ചിലപ്പോൾ ചിരിക്കും. റെഡി 1 2 3 അല്ല, റെഡി 1 2 3 ഭൂം. ചിരിച്ചില്ല. ഒന്നുകൂടെ. റെഡി 1 2 3 ഭൂം. ചിരിക്കടാ ചിരിക്കടാ. അപ്പോൾ ഗൈസ് ഇപ്പം നമുക്ക് ഫോണിൽ ഭയങ്കരമായിട്ട് എൻ്റെ 3 ഫോണിലും ഇപ്പം മറ്റേ എന്താണ് അലേർട്ട് മറ്റേ ടോണ് വന്നിരിക്കുകയാണ്. ഭയങ്കര കാസർഗോഡ് 24 മണിക്കൂറിനുള്ളിൽ കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ അങ്ങനെയുള്ള മൊത്തം മലപ്പുറം ജില്ലകളിലൊക്കെ നല്ല രീതിക്ക് മഴ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ വ്ലോഗ് വീഡിയോ ഛർദ്ദിച്ചല്ല. അപ്പോൾ ഇന്നത്തെ ഡേ വ്ലോഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ കാണാം. ബൈ.